I wish all my dear students a wonderful day. This is the third section of the chapter Selection from The Cry of the Gull, written by Emmanuelle Laborit. Emmanuelle Laboritൻ്റെ ആത്മകഥയായിട്ടുള്ള The Cry of the Gullൻ്റെ മൂന്നാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. I have strange memories of my childhood. It's just chaos in my head. A series of completely unrelated images, like a film sequence edited together with long strips of blank film, giant lost spaces. എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് വളരെ വിചിത്രമായതായിരുന്നു. അധികവും അവ്യക്തമായിട്ടുള്ള ചില ഓർമ്മകൾ മാത്രമാണ് എനിക്ക് എൻ്റെ മനസ്സിൽ, എൻ്റെ ഓർമ്മകളിൽ ഉണ്ടായിരുന്നത്. തീർത്തും പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയാത്ത ഓർമ്മകൾ. എങ്ങനെയെല്ലാമോ എഡിറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയിലെ ലോങ് സ്ട്രൈപ്സ് പോലെ, ഒരു ബ്ലാങ്ക് ഫിലിം പോലെ, ഇടയ്ക്കിടയ്ക്ക് ഒട്ടിച്ചു ചേർക്കാൻ കഴിയാത്തതുപോലെ ഉള്ള സ്പേസുകൾ നിറഞ്ഞ ഒരു വലിയ ഫിലിം കണക്കെയായിരുന്നു എൻ്റെ ഓർമ്മകൾ. My life up to age 7 is full of gaps. I only have visual memories, like flashbacks, images whose time frame I can't place. I believe there are no sense whatsoever of time progression in my mind during that period. Past, future, everything was in the same time space line. Mother would say yesterday, but I didn't understand where or what yesterday was. Tomorrow had no meaning either, and I could ask what they meant. I was helpless, completely unaware of the time passing. There was daylight and the darkness of night, and that was it. എൻ്റെ 7ാമത്തെ വയസ്സ് വരെയുള്ള എല്ലാ ഓർമ്മകളും ഇത്തരത്തിൽ ഗ്യാപ്പുകൾ നിറഞ്ഞതായിരുന്നു. എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന ഓർമ്മകളെല്ലാം വിഷ്വൽ മെമ്മറീസ് ആയിരുന്നു. ചില ഫ്ലാഷ് ബാക്കുകൾ പോലെ, ചില ഇമേജുകൾ മാത്രം. പക്ഷേ അതിന് കൃത്യമായ ഒരു സമയക്രമത്തിലേക്ക് ചേർത്തി വയ്ക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. സമയത്തിൻ്റെ പോക്ക്, അതിൻ്റെ ചലനം ഒന്നും തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഭൂതകാലം, ഭാവി എന്നതിനെയെല്ലാം വേർതിരിച്ച് കാണുവാനും ആ സമയത്തിൻ്റെ ചലനത്തെ കൃത്യമായി മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചില്ല. അമ്മ പലപ്പോഴും ഇന്നലെയെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ അതെന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നെനിക്ക് മനസ്സിലായില്ല. നാളെയെക്കുറിച്ചും അതുപോലെ പറയുമായിരുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥവും എനിക്ക് മനസ്സിലായില്ല. അതെന്താണെന്ന് എനിക്ക് ചോദിക്കുവാനും സാധിക്കുമായിരുന്നില്ല. ഞാൻ തീർത്തും നിസ്സഹായയായിരുന്നു. സമയത്തിൻ്റെ ചലനം എനിക്ക് തീർത്തും മനസ്സിലാക്കിയാൻ സാധിച്ചതേയില്ല. പ്രഭാത വെളിച്ചവും ഇരുളിൻ്റെ ആ കൂരാക്കൂര് നിറഞ്ഞ ഇരുട്ടിൻ്റെ ആ ഒരു അവസ്ഥയും അതിൻ്റെ അർത്ഥതലങ്ങളൊന്നും എനിക്ക് മനസ്സിലായതേയില്ല. I still can't design dates to things during the period from my birth to age 7 or arrange what I did in chronological order. Time was in the holding pattern. I just experienced things as they happened. Maybe there are memories buried in my head, but I don't know in what order they happened or how old I was. I can't place them. As for events, or I should say situations or scenes, because everything was visual. I lived each as an isolated experience in the present. That's why, in trying to reassemble the puzzle of my early childhood so I could write about it, I found only fragments of images. എനിക്കിപ്പോഴും കൃത്യമായി ദിവസങ്ങൾ ക്രമീകരിക്കാനോ ഓരോ ദിവസങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനോ സാധിച്ചില്ല. എൻ്റെ ജനനം മുതൽ 7 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി അടുക്കി പെറുക്കി ആ ഓർമ്മകളെല്ലാം കൃത്യമായി അറേഞ്ച് ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. സമയം എൻ്റെ പിടിവിട്ടു പോകുന്ന ഒന്നായിരുന്നു.
സമയക്രമത്തിൽ സംഭവിച്ചതെല്ലാം അതങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഓർമ്മകളെല്ലാം എവിടെയെങ്കിലും കാണുമായിരിക്കും. പക്ഷേ അതെല്ലാം എപ്പോൾ സംഭവിച്ചു, ആദ്യം സംഭവിച്ചു, പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി ഓർഡർ ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം എൻ്റെ ഓർമ്മകളിലെല്ലാം ഒരു ദൃശ്യങ്ങൾ കണക്കെയായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. ഞാൻ തീർത്തും ഏകാന്തമായി ജീവിച്ചതുപോലെ എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒരു പസിൽ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ചില ഏടുകൾ പൊട്ടും പൊടിയും ആയിട്ടുള്ള ചിത്രങ്ങൾ, അതിലൂടെയായിരുന്നു ഞാൻ എൻ്റെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവന്നിരുന്നത്. Other perceptions dwell in the turmoil and is out of memory reach. They are locked in the period of solitude behind that wall of silence, when words are mysteriously and language was absent, and yet I was able to manage. I don't know how, but I did. എൻ്റെ മറ്റു കാഴ്ചപ്പാടുകൾ എല്ലാം തന്നെ എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞത് തീർത്തും കുഴപ്പം പിടിച്ച ഒരു കാര്യമായിരുന്നു. ടേർമോയിൽ മീൻസ് കുഴപ്പം ഏറിയത്, അല്ലെങ്കിൽ അതിനിഗൂഢമായത്, പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്തത് എന്നർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഏകാന്തതയിൽ ജീവിച്ചതുപോലെ ആ നിശബ്ദമായിട്ടുള്ള ഓർമ്മകളിലായിരുന്നു, വളരെ മിസ്റ്റീരിയസ് ആയിട്ട്, വളരെ ഡീകോഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ, അതിൻ്റെ ചുരുളഴിയാത്ത രീതിയിൽ ആയിരുന്നു എൻ്റെ ഓർമ്മകൾ, അതുപോലെ എൻ്റെ ഭാഷ എല്ലാം ഉണ്ടായിരുന്നത്. തീർത്തും ഭാഷ എനിക്ക് അന്യമായിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയെല്ലാമോ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ എനിക്ക് ഇന്നും അറിയില്ല ഞാനത് എങ്ങനെയെല്ലാമാണ് ചെയ്തു തീർത്തത് എന്ന്. Sitting up in your bed, my mother tells me, you would see me disappear and come back. To your amazement, you would know where I would gone. To the kitchen, perhaps. I was two distinct images, Mummy disappearing and Mummy coming back, and there was no link between the two. ഞാൻ കട്ടിലിരിക്കുമ്പോൾ അമ്മ വരുന്നതും പോകുന്നതും കാണാമായിരുന്നു. പക്ഷേ എവിടേക്കാണ് അമ്മ പോയതെന്ന് എനിക്ക് തീർത്തും അറിയില്ലായിരുന്നു. പോകുന്ന ചിത്രവും വരുന്ന ചിത്രവും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അവ തമ്മിലുള്ള ബന്ധം എന്തെന്ന് എനിക്ക് തീർത്തും മനസ്സിലായില്ല. ഈ ഒരു സെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എമാനുവൽ ലബോറിറ്റ് ഒരു ഫ്രഞ്ച് നടിയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവരുദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളും അവർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളും എല്ലാം തന്നെയും ആ സിനിമയോട് സംബന്ധിച്ച രീതിയിലാണ് അവർ ഈ ഒരു സെക്ഷനിൽ അവർ വിവരിച്ചിട്ടുള്ളത്. അവർ ഫിലിം എഡിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഫിലിം സീക്വൻസുകളെക്കുറിച്ച് പറഞ്ഞു, അതിനിടയിലെ ഫ്ലാഷ് ബാക്കുകളെക്കുറിച്ച് പറഞ്ഞു. അതെല്ലാം അവരുടെ ജീവിതവുമായി തട്ടിച്ച് അതിനോട് ചേർത്ത് വെച്ചാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. സിനിമയിലും അങ്ങനെയാണ്. പലപ്പോഴായി ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചില ഏടുകളെല്ലാം ഒരുമിച്ച് ചേർത്താണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് തൻ്റെ ജീവിതവും എന്ന് പതുക്കെ ഇമ്മാനുവൽ ലബോറിറ്റ് തൻ്റെ ആത്മകഥയിലെ ഈ ഒരു ഭാഗത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ്. തൻ്റെ ജീവിതവും അത്തരത്തിൽ എഡിറ്റ് ചെയ്ത ഒരു സിനിമ കണക്കെയാണ് തൻ്റെ ഓർമ്മകളെല്ലാം ചെറുപ്പകാലത്തെക്കുറിച്ചുള്ള 7 വയസ്സ് വരെയുള്ള കാര്യങ്ങളെങ്കിലും ഉള്ളത് എന്ന് അവർ നമ്മളോട് പറയുകയാണ്. I started learning how to communicate with a speech therapist using the Gull method. She was an extraordinary woman who was receptive to my mother's tale of woe and putting up with her anger and tears. She played dolls and water games with me, and we had tea parties. She showed my mother it was possible to have a relationship with me, to make me laugh so I could go on living as I had before she knew about my deafness. ഞാൻ എൻ്റെ സ്പീച്ച് തെറാപ്പിസ്റ്റുമായി ചേർന്നുകൊണ്ട് പതുക്കെ സംസാരിക്കാൻ പരിശീലിച്ചു കൊണ്ടിരുന്നു. അവർ ബോൾ മാസിയോണി മെത്തേഡാണ് ഉപയോഗിച്ചിരുന്നത്. വാട്ട് യു മീൻ ബൈ ബോൾ മാസിയോണി മെത്തേഡ്? The phonetic and gesture method
teaches French reading in a multi-sensory approach. The idea associated to the specific gesture that will help memorizing but also act as a link between sound and graphic representation. ഫ്രഞ്ച് ഭാഷ അതിൻ്റെ ഫോണറ്റിക് ആ ഭാഷയുടെ ശബ്ദവുമായും ചില ആംഗ്യ ഭാഷകളോടുകൂടിയും ചേർത്തുകൊണ്ട് മൾട്ടി സെൻസറി അപ്രോച്ചിലൂടെ ആളുകളെ ഭാഷ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ബോവൽ മാസിയോണി മെത്തേഡ്. പെട്ടെന്ന് തന്നെ ആ വാക്കുകളും അക്ഷരങ്ങളും ഓർമ്മയിലേക്ക് നിൽക്കുവാനും അതുപോലെ തന്നെ ശബ്ദവും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭാഷാ പരിശീലന മെത്തേഡാണ് ബോവൽ മാസിയോണി മെത്തേഡ്. അതുപയോഗിച്ചുകൊണ്ട് ഇമ്മാനുവൽ ലാബോറിറ്റ് ഭാഷ പതിയെ പതിയെ പഠിച്ച് അഭ്യസിച്ച് എടുക്കുവാൻ ആരംഭിച്ചു. അത് പഠിപ്പിക്കുവാനായി നിയോഗിക്കപ്പെട്ട സ്പീച്ച് തെറാപ്പിസ്റ്റ് വളരെ അതുല്യമായൊരു പ്രതിഭയായിരുന്നു. ആ സ്ത്രീ അമ്മയുടെ വിഷമങ്ങളും ആഗ്രഹങ്ങളും കണ്ണീരും അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും മനസ്സിലാക്കുന്ന ഒരു മിടുക്കിയായ സ്ത്രീയായിരുന്നു. അവൾ എന്നോടൊപ്പം വാട്ടർ ഗെയിംസുകൾ കളിച്ചു. എൻ്റെ കൂടെ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചും കളിക്കുവാൻ ആരംഭിച്ചു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടീ പാർട്ടികൾ നടത്തുമായിരുന്നു. അവരായിരുന്നു എനിക്ക് പൊതുജനങ്ങളോടൊപ്പം ആളുകളോടൊപ്പം ഇടപഴകി അവരിൽ നല്ലൊരു കൂട്ടുണ്ടാക്കാൻ സാധിക്കും എന്നെല്ലാം പറഞ്ഞത്. അവൾ എന്നിൽ ചിരി എന്തെന്നും എന്നെ ചിരിക്കാനും പഠിപ്പിച്ചു. എൻ്റെ ബധിരമായിട്ടുള്ള ഈ അവസ്ഥയിലും എനിക്ക് ജീവിച്ചു കാണിക്കുവാനുള്ള ധൈര്യമെല്ലാം എന്നിൽ ഉടലെടുപ്പിച്ചത് ആ ഒരു സ്ത്രീയുടെ സാമീപ്യമായിരുന്നു. I learned to pronounce the letters of the alphabet. They taught me the letters using mouth movements and hand gestures. ഞാൻ പതിയെ ഭാഷകളിലെ അക്ഷരങ്ങളെല്ലാം പതിയെ പതിയെ ഉച്ചരിക്കാൻ ആരംഭിച്ചു. നേരത്തെ പറഞ്ഞിട്ടുള്ള ബോവൽ മാസിയോണി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഭാഷ പതിയെ എന്നിലേക്ക് സ്വീകരിക്കാൻ ആരംഭിച്ചത്. My mother sat in on the session, which ultimately became a way for her to assume her maternal role. By identifying with the therapist, my mother learned to talk to me again. Our way of communicating was instinctive, animal-like, what I call umbilical. It revolved around simple things like eating, drinking, and sleeping. My mother didn't stop me from gesturing. She didn't have a heart to, even though that is what they recommended. We also had signs that were our very own, completely made up. തെറാപ്പി പഠിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുമായിരുന്നു. അമ്മ എന്നോട് സംസാരിക്കുവാനായി പതിയെ പതിയെ പഠിക്കുവാൻ ആരംഭിച്ചു. ആദ്യമൊക്കെ ഞങ്ങളുടെ ആശയവിനിമയം തീർത്തും മൃഗങ്ങളോട് പോലെ എന്നതായിരുന്നു. തിന്നുക, കുടിക്കുക, ഉറങ്ങുക എന്നത് മാത്രമായിരുന്നു പഠിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയങ്ങൾ. ആംഗ്യഭാഷ പഠിക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ആദ്യമൊക്കെ ആംഗ്യങ്ങൾ ഞാൻ കാണിക്കുമ്പോൾ അമ്മ അത് ഇല്ലായിരുന്നു. തീർത്തും ഞങ്ങൾക്കിടയിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഭാഷ ആയി അത് വളർന്നു വന്നു. You tried everything under the sun to communicate with me, my mother remembers, and it made me laugh so hard it brought tears to my eyes. I would turn your face towards mine so you could try to make out simple words, and you would imitate me as I went along. I was so cute. സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കാൻ ഞാൻ അമ്മയുമായി സംസാരിക്കാനും ശ്രമിച്ചു. എൻ്റെ പ്രയത്നങ്ങൾ കണ്ട് ചിരിച്ച് അമ്മയുടെ കണ്ണിൽ കണ്ണുനീർ വരുമായിരുന്നു. വാക്കുകൾ പറയുമ്പോൾ എൻ്റെ മുഖം അമ്മയുടെ മുഖത്തേക്ക് തിരിച്ചു പിടിക്കുമായിരുന്നു. അമ്മയെ ഞാൻ അനുകരിക്കാനാണ് അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നത്. അമ്മ എന്നെ നോക്കി എപ്പോഴും പറയാറുണ്ട്, ഞാൻ വളരെ സുന്ദരിയാണ് എന്ന്. അതെല്ലാം പറയുമ്പോൾ അമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ വാർക്കുന്നതും ഞാൻ കാണുമായിരുന്നു. That's all for this session.
താങ്ക് യു.